$2,00,000 മോചനദ്രവ്യം സിയാറ്റിൽ ഫസ്റ്റ് നാഷണൽ ബാങ്കിൽ നിന്ന് ഏകദേശം 19 പൗണ്ട് ഭാരമുള്ള ഒരു ബാഗിൽ പണം വിമാനത്താവളത്തിലെത്തി. അവയിൽ ഭൂരിഭാഗവും എൽ തുടങ്ങുന്ന സീരിയൽ നമ്പറുകളായിരുന്നു. സിയാറ്റിൻ പോലീസ് 2 ഫ്രണ്ട് പേരാച്ചുട്ടുകൾ ഒരു പ്രാദേശിക സ്കൈഡൈവിംഗ് സ്കൂളിൽ നിന്നും 2 ബേക്ക് പേരാച്ചുട്ടുകൾ ഒരു പ്രാദേശിക സ്റ്റണ്ട് പൈലറ്റിൽ നിന്നും കൈവശപ്പെടുത്തി അവിടെ എത്തിച്ചു. 5:24 പേരാച്ചുട്ടുകൾ വിമാനത്താവളത്തിലെത്തിച്ചതായി ക്യാപ്റ്റൻ സ്കോട്ടിനെ അറിയിച്ചു. കൂപ്പർ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്യാപ്റ്റനോട് കൂപ്പർ നിർദ്ദേശിച്ചു, പ്രധാന ടെർമിനലിൽ നിന്ന് മാറി ഭാഗികമായി പ്രകാശമുള്ള സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്താൽ മതി. അങ്ങനെ 5:46 ഫ്ലൈറ്റ് 305 സിയാറ്റിൽ ടക്കോമ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ക്യാപ്റ്റനോട് കൂപ്പർ നിർദ്ദേശിച്ചു, ഒരാൾ മാത്രമേ പാരച്യൂട്ടുകളും പണവുമായി വിമാനത്തിലേക്ക് വരാവൂ, വിമാനത്തിന്റെ മുൻവാതിലിലൂടെ മാത്രമേ കയറലും ഇറങ്ങലും നടത്താവൂ. അങ്ങനെ മക്ലോ വിമാനത്തിന്റെ മുൻവാതിലിലൂടെ പുറത്തിറങ്ങി. മോചനദ്രവ്യം കൈവശപ്പെടുത്തിയതിനു ശേഷം മക്ലോ അതിലൂടെ തന്നെ തിരിച്ചെത്തി. പണമടങ്ങിയ ബാഗ് കൊണ്ട് യാത്രക്കാരെ മറികടന്ന് മക്ലോ കൂപ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇനി യാത്രക്കാർ പോയിക്കോളൂ. അവരിറങ്ങിയതിനുശേഷം കൂപ്പർ പണം പരിശോധിച്ചു. ഇതിനുശേഷം കൂപ്പറിന്റെ ആവശ്യത്തിനുവേണ്ടി പാരച്യൂട്ടെടുക്കാൻ മക്ലോ വിമാനത്തിനു പുറത്തേക്ക് പോയി. മക്ലോ പേരാചുട്ടുകൾ വിമാനത്തിലേക്കെത്തിക്കുകയും ചെയ്തു. കൂപ്പർ നിർദ്ദേശിച്ചു, ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർക്ക് വിമാനം വിട്ടുപോകാം. അതിനാൽ ഹാൻകോക്കും ഷാഫ്നറും ഇറങ്ങി. ഇന്ധനം നിറക്കുന്ന പ്രക്രിയയിലെ പ്രശ്നം കാലതാമസത്തിന് കാരണമായി. ഇതിനാൽ 2-3 ട്രക്കുകൾ ഇന്ധനം നിറക്കാൻ വിമാനത്തിലേക്ക് വന്നു. ഇതിന് ഇത്രയധികം സമയമെടുക്കരുത്. ഒരു പോക്കറ്റ് നൈഫ് ഉപയോഗിച്ച് റിസർവ് പാരച്യൂട്ടുകളിലൊന്നിൽ നിന്ന് കൂപ്പർ മേലാപ്പ് മുറിച്ചു. ശൂന്യമായ പേരാച്യൂട്ട് ബാഗിൽ കുറച്ചു പണം നിറച്ചു. ക്രൂവേ ലാൻഡിംഗ് ഗിയർ വിന്യസിക്കണം. വിംഗ് ഫ്ലാപ്പുകൾ 15 ഡിഗ്രി താഴ്ത്തണം. ഇന്ധനം നിറക്കാൻ റെനോ താഹോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിമാനത്തിന്റെ പിൻവശത്തെ വാതിൽ തുറന്ന് എയർ സ്റ്റെയർ നീട്ടിക്കൊണ്ട് വിമാനം പറന്നുയരാൻ കൂപ്പർ നിർദ്ദേശിച്ചു. നോർത്ത് വെസ്റ്റിന്റെ ഹോം ഓഫീസ് ഇത് സുരക്ഷിതമല്ലെന്ന് കൂപ്പറിനോട് പറഞ്ഞു. കൂപ്പർ അതിനെ എതിർത്തു. പിന്നീടവർ നിർബന്ധിച്ചില്ല. കൂപ്പർ, ദയവായി ബോംബ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. ഞാൻ ഒന്നുകിൽ അത് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ നിരായുധീകരിക്കുകയോ ചെയ്തോളാം, നിങ്ങളങ്ങോട്ട് പോയിക്കൊള്ളൂ. മക്ലോ തിരിഞ്ഞ് കോക്പിറ്റിലേക്ക് നടന്ന് കട്ടൻ പാർട്ടീഷൻ അടയ്ക്കാൻ തിരിഞ്ഞപ്പോൾ ഇടനാഴിയിൽ കൂപ്പർ തന്റെ അരയിൽ പണമടങ്ങിയ ബാഗ് കെട്ടി നിൽക്കുന്നത് കണ്ടു. പിന്നീട് ഏകദേശം 7:40 ഫ്ലൈറ്റ് 305 ടേക്ക് ഓഫ് ചെയ്തു. കൂപ്പറിനെ കൂടാതെ 4 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഏകദേശം 8 മണിക്കാണ് കൂപ്പറിനെ അവസാനമായി കണ്ടത്. പെട്ടെന്ന് കോക്പിറ്റിൽ മുന്നറിയിപ്പ് ലൈറ്റ് മിന്നി. പിന്നിലെ ഗോവണി കൂപ്പർ തുറന്നതായി മനസ്സിലായി. കൂപ്പർ, സഹായം ആവശ്യമുണ്ടോ? ഇല്ല. കൂപ്പറിന്റെ അവസാന സംസാരമായിരുന്നു അത്. ഏകദേശം 8:13 വിമാനത്തിന്റെ വാൽഭാഗം പെട്ടെന്ന് മുകളിലേക്ക് കുതിച്ചു. അതവർ നിയന്ത്രണ വിധേയമാക്കി. വിമാനം റെനോയെ സമീപിക്കുകയാണെന്ന് കൂപ്പറിനെ അറിയിക്കാൻ മക്ലോ ക്യാബിൻ ഇന്റർകോം ഉപയോഗിച്ച് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഹൈജാക്കറിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ല. രാത്രി 11:03 പിൻഭാഗത്തെ ഗോവണി ഉയർത്താതെ ഫ്ലൈറ്റ് 305 റെനോ ദാഹോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. FBI ഏജന്റുമാർ, സ്റ്റേറ്റ് ഗ്രൂപ്പർമാർ, റെനോ പോലീസ് തുടങ്ങിയവർ വിമാനത്തിന് ചുറ്റും നിലയുറച്ചു. എന്നാൽ കൂപ്പർ അപ്പോഴും വിമാനത്തിലുണ്ടെന്ന് കരുതി ആരും വിമാനത്തെ സമീപിച്ചില്ല. പിന്നീട് ക്യാപ്റ്റൻ ക്യാബിൻ പരിശോധിച്ചു. കൂപ്പർ വിമാനത്തിലില്ലെന്ന് സ്ഥിരീകരിച്ചു. സിയാറ്റിൽ ടക്കോമ എയർപോർട്ടിൽ നിന്ന് റെനോ ദാഹോ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ കൂപ്പർ $2,00,000 എവിടെയോ ചാടി അപ്രത്യക്ഷനായി. പിന്നീട് കൂപ്പറിനായി തിരച്ചിൽ നടന്നെങ്കിലും അവനെ കണ്ടെത്താനായില്ല. അവൻ തട്ടിയെടുത്തു കൊണ്ടുപോയ $2,00,000 നിന്ന് കുറച്ച് പണം കണ്ടെത്താൻ സാധിച്ചെങ്കിലും കൂപ്പറിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അവൻ എങ്ങോട്ടെങ്കിലും പോയൊളിച്ചതാണോ അതല്ല ആ ചാട്ടത്തിൽ മരിച്ചതാണോ എന്നും ഇന്നും വ്യക്തമല്ലാത്ത ഒരു കഥയായി തുടരുകയാണ്.